കഥ തുടരുന്നു. കോൾ വന്നാൽ എടുക്കാതിരുന്നാൽ പോരെ? എന്തിനാ വെറുതെ ഓഫാക്കിയത്? അവൻ ചോദിച്ചു. ഓഫാക്കിയില്ലെങ്കിൽ ഓരോ തവണ റിങ് ചെയ്യുമ്പോഴും നമ്മൾ ഡിസ്റ്റർബ്ഡ് ആകും. ഇനി ആരാണെന്ന് നോക്കിയാലോ? അവർ എന്തിനാവും വിളിച്ചതെന്നോർത്ത് സമയം പോകും, അവൾ പറഞ്ഞു. എന്നാൽ നിൻ്റെ ഫോണും ഓഫാക്കി വയ്ക്കേ, അവൻ പറഞ്ഞു. അതിന് ഞാൻ ഫോൺ കൊണ്ടുവന്നിട്ട് വേണ്ടേ? കുറച്ച് ദൂരം പിന്നിട്ടപ്പോൾ അവർ രണ്ടാളും ഒരു ഹോളിഡേ മൂഡിലേക്ക് കടന്നു. പോയ ദിവസം പെയ്ത മഴയുടെ ഹാങ് ഓവറിലായിരുന്ന അന്തരീക്ഷം അതീവ ഹൃദ്യമായി അവർക്ക് അനുഭവപ്പെട്ടു. കാലം തെറ്റി പെയ്ത മഴയുടെ തുടർച്ച ഏതു നിമിഷവും ഉണ്ടായേക്കാമെന്നതിൻ്റെ സൂചന പോലെ അന്തരീക്ഷം മൂടിക്കെട്ടിയിരുന്നു. എങ്കിലും അത് ഹൃദ്യത തീരെ കുറച്ചില്ല. മെല്ലെ കടന്നു വന്നുകൊണ്ടിരുന്ന തണുത്ത കാറ്റിൻ്റെ നനവാർന്ന സ്പർശങ്ങൾ. ബൈക്കിൻ്റെ വേഗതയ്ക്കൊപ്പം അത് ശക്തമായിക്കൊണ്ടിരുന്നു. പെയ്യാൻ മറന്നുപോയ മഴമേഘങ്ങൾ ചിതറി നീങ്ങിക്കൊണ്ടിരുന്ന ആകാശം അസാധാരണ ദൃശ്യഭംഗിയായി. സൂപ്പർ റിസോർട്ടിലേക്ക് കടന്ന മാത്രയിൽ തന്നെ പ്രീതി പറഞ്ഞു. നീ എന്താ ഈ ഐഡിയയെക്കുറിച്ച് നേരത്തെ പറയാതിരുന്നത്? പ്രീതി ചോദിച്ചു. ഞാൻ എന്നും കാണുന്നതുകൊണ്ടാവും ഇതൊരു സംഭവമാണെന്ന് തോന്നാറില്ല. റെസ്റ്റോറൻറ്റിൽ പതിവിലേറെ തിരക്കുണ്ടായിരുന്നു. പുറത്തു നിന്നുള്ളവരാ കൂടുതലും, രോഹിത് പറഞ്ഞു. ഭക്ഷണം ഓർഡർ ചെയ്ത് കാത്തിരിക്കുമ്പോൾ പ്രീതി എന്തൊക്കെയോ ചോദിക്കുകയും പറയുകയും ചെയ്തു. വെറുതെയല്ല തിരക്ക്, നല്ല ഹോംലി ടേസ്റ്റ്, പ്രീതി പറഞ്ഞു. ശരിയാ, പക്ഷെ വല്ലപ്പോഴുമേ ഞാനിതൊക്കെ കഴിക്കാറുള്ളൂ. ആണോ? അതെന്താ? എത്ര നല്ലതായാലും എന്നും ആകുമ്പോൾ മടുക്കും. ശരിക്കും? ചിലപ്പോൾ അതെൻ്റെ പ്രശ്നമായിരിക്കാം. അതിനാണ് സാധ്യത, അവൾ തമാശ പറഞ്ഞു. ആളുകളുടെ കാര്യത്തിലും ഇങ്ങനെ തോന്നാറുണ്ടോ? എങ്ങനെ? അല്ല, പതിവാകുമ്പോഴുള്ള ഈ മടുപ്പ്. മറുപടിയായി രോഹിത് ചെറുതായി ഒന്ന് ചിരിച്ചതേയുള്ളൂ. ആകാശത്ത് ഉരുണ്ടുകൂടിയ മഴമേഘങ്ങൾ ഏതാണ്ടൊരു വൈകുന്നേരത്തിൻ്റെ പ്രതീതി സൃഷ്ടിച്ചതുകൊണ്ടാവാം റിസോർട്ടിലെ പുറം കാഴ്ചകൾ കണ്ടു നടക്കാൻ തന്നെ അവർ തീരുമാനിച്ചു. ഇവിടമാകെ ഒന്ന് ചുറ്റി നടക്കാൻ തന്നെ 2 ദിവസം വേണം, പ്രീതി വിസ്മയത്തോടെ പറഞ്ഞു. കാറ്റാടി മരങ്ങളുടെ മുഴക്കം കാറ്റിൻ്റെ വേഗതയ്ക്കൊപ്പം ഒരു മൂളിപ്പാട്ട് പോലെ കാതിൽ വന്നു പതിച്ചുകൊണ്ടിരുന്നു. ശ്രദ്ധാപൂർവം പരിപാലിച്ചിരുന്ന ചെറിയ മുളങ്കാടിൻ്റെ സംഗീതം അത് കൂടുതൽ സാന്ദ്രമാക്കി. മുളങ്കാടുകൾക്ക് കുറച്ചകലെ ഒരു സ്വാഭാവിക തടാകമാണ്. ആകാശത്തെ കണ്ണാടി പോലെ പുനരാവിഷ്കരിച്ച തടാകം നിശ്ചലമായിരുന്നു. അതിലേക്ക് എത്തിച്ചേരുന്ന അതിമനോഹരമായ കൽപ്പടവുകൾ. ആദ്യ കൽപ്പടവിൻ്റെ ഒരു കോണിൽ 2 പേർ, കോളേജ് വിദ്യാർത്ഥികളെന്ന് തോന്നിച്ച യുവാവും യുവതിയും. പരിസരം മറന്ന അവർ അവരുടെ മാത്രം ലോകത്തായിരുന്നു. കുറച്ചകലെയുള്ള ആകർഷകമായ പുൽച്ചെടികൾ നിറഞ്ഞ ഗ്രൗണ്ടിൽ മാർബിൾ പതിച്ചതെന്ന് തോന്നിക്കുന്ന ഏതാനും ഒഴിഞ്ഞ ബെഞ്ചുകൾ. അവയിലൊന്നിൽ പ്രീതിയും രോഹിത്തും ഇരുന്നു. കുറച്ച് ഉയരെയുള്ള ആ ഭാഗത്തിരുന്ന് നോക്കുമ്പോൾ ഏതോ ആശംസാ കാർഡിലെ ചിത്രം പോലെയാണ് തടാകവും ചുറ്റുപാടും കാണപ്പെടുക. വെരി നൈസ് പ്ലേസ്, പ്രീതി പറഞ്ഞു. തടാകവും തൊട്ടടുത്തുള്ള മുളങ്കാടും ഒന്നും മനുഷ്യനിർമ്മിതമല്ല. അതാ ഇത്രയേറെ ഭംഗി, രോഹിത് പറഞ്ഞു. ശരിക്കും? റിസോർട്ട് തുടങ്ങാൻ ഇവിടം തിരഞ്ഞെടുത്തത് തന്നെ അതൊക്കെ കൊണ്ടാണെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ കൽപ്പടവുകൾ? അങ്ങനെ ചിലതൊക്കെയുണ്ട് റിസോർട്ടിനൊപ്പം വന്ന മാറ്റങ്ങൾ. റിസോർട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ കണ്ട തടാകമോ? അതും നാച്ചുറൽ തന്നെ. വാട്ടർ ഫ്രണ്ട് ഏരിയ തപ്പി നടന്ന് കിട്ടിയതാവും. കൽപ്പടവിൽ കണ്ട ലവേഴ്സ് ഉച്ചത്തിൽ എന്തൊക്കെയോ പറയുന്നത് കേട്ട് അവർ അങ്ങോട്ട് ശ്രദ്ധിച്ചു. ലവേഴ്സ് തിരക്കിട്ട് സെൽഫി എടുക്കാൻ തുടങ്ങുന്ന ബഹളമാണ് കേട്ടത്. രോഹിത് പ്രീതിയുടെ മടിയിൽ തലവെച്ച് നീണ്ടു നിവർന്ന് ആകാശത്തേക്ക് നോക്കി കണ്ണോടിച്ചു. ഈസി ചെയറിലെന്ന പോലെ പിന്നിലേക്ക് ചാരിയിരുന്ന പ്രീതിയും ആകാശത്തേക്ക് നോക്കിയിരുന്നു. കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം അതേ കിടപ്പിൽ തുടർന്നുകൊണ്ട് തന്നെ രോഹിത് തൻ്റെ ഫോൺ ഓണാക്കി സെൽഫി എടുക്കാൻ തുടങ്ങി. പ്രീതിയുടെ മുഖം നന്നായി കിട്ടാൻ വേണ്ടി ഫോൺ ദൂരേക്ക് പിടിക്കാൻ ശ്രമിച്ചപ്പോൾ ഫോൺ അവൻ്റെ കയ്യിൽ നിന്ന് താഴേക്ക് വീണു. ഭംഗിയായി വെട്ടി നിർത്തിയ പുൽച്ചെടികൾ വകഞ്ഞുമാറ്റി രോഹിത് ഫോൺ കയ്യിലെടുത്ത് പരിശോധിച്ചു. എടുത്ത സെൽഫി കളിയിലൂടെ കണ്ണോടിക്കുമ്പോൾ രോഹിത് ശ്രദ്ധിച്ചത് പ്രീതിയുടെ റൊമാൻറ്റിക് ഭാവമാണ്. കാർമേഘങ്ങളെ വകഞ്ഞു മാറ്റിയതുപോലെ കടന്നുവരാൻ തുടങ്ങിയ പ്രകാശം പേരറിയാത്ത പൂമരങ്ങൾക്കിടയിലൂടെ അരിച്ചിറങ്ങി. കൽപ്പടവിൽ നിന്ന് കേട്ട പൊട്ടിച്ചിരി അവരുടെ ശ്രദ്ധ അങ്ങോട്ട് തിരിച്ചു. ഫോൺ കൊണ്ടോടുന്ന കാമുകിയുടെ പിന്നാലെ ഓടുന്ന കാമുകൻ. അവരുടേത് മാത്രമായ ഒരു ലോകത്തായിരുന്നു അവർ. അഥവാ അവരെ സംബന്ധിച്ചിടത്തോളം ആ നിമിഷങ്ങളിൽ ലോകം അവരുടേത് മാത്രമായി. വളരെ പെട്ടെന്ന് തന്നെ കാമുകൻ കാമുകിയെ തൻ്റെ കൈകളിലാക്കി ഫോൺ കവർന്നെടുത്തു. കാമുകൻ ഫോൺ പരിശോധിക്കാൻ തുടങ്ങുമ്പോൾ വീണ്ടും ഓടാൻ ശ്രമിച്ച കാമുകിയെ അവൻ പിടികൂടി. കുറേ നേരം അവർ കണ്ണുകളിലേക്ക് നോക്കി നിന്നു. പിന്നീട് അവർ ഒരു ദീർഘചുംബനത്തിലേക്ക് പ്രവേശിച്ചു. അവരിൽ നിന്ന് പ്രീതി തൻ്റെ നോട്ടം പിൻവലിച്ചു. രോഹിത് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. പ്രീതി തന്നിൽ നിന്ന് ഒരു ചുംബനം പ്രതീക്ഷിക്കുന്നതായി രോഹിത്തിന് തോന്നി. പക്ഷേ എന്തുകൊണ്ടോ ആ നിമിഷങ്ങളിൽ അങ്ങനെയൊരു മൂഡിലേക്ക് കടക്കാൻ രോഹിത്തിന് കഴിഞ്ഞില്ല. പ്രീതി അത് തിരിച്ചറിഞ്ഞു. പക്ഷേ അത് അവളെ തന്നെ നിരാശപ്പെടുത്തി. കൽപ്പടവിലെ ലവേഴ്സ് ചുംബനം തുടർന്നുകൊണ്ട് മരങ്ങൾക്കിടയിലേക്ക് നീങ്ങിയപ്പോൾ പ്രീതി എണീറ്റു. പിന്നാലെ രോഹിത്തും. പേരറിയാത്ത പൂമരങ്ങൾ നിറഞ്ഞ ഇടങ്ങൾ പിന്നിട്ട് നടക്കുമ്പോൾ അവർക്കിടയിൽ വല്ലാത്തൊരു മൗനം വന്നു നിറഞ്ഞു. അവരുടെ മനസ്സുകൾ തികച്ചും വ്യത്യസ്തമായ 2 ലോകങ്ങളിൽ സഞ്ചരിച്ചു. പെട്ടെന്ന് രോഹിതിൻ്റെ ഫോൺ റിങ് ചെയ്തു. അവരെ ചൂഴ്ന്നു നിന്ന നിശബ്ദതയിലേക്ക് ആഞ്ഞു പതിക്കും പോലെ. നോ കോൾ ടുഡേ, പ്രീതി ഒരു മുദ്രാവാക്യം പോലെ പറഞ്ഞു. പിന്നെ രോഹിതിൻ്റെ കയ്യിൽ നിന്ന് ഫോൺ പിടിച്ചെടുത്തു.
കട്ടാക്കണ്ട പ്ലീസ്. കോൾ തനിയെ കട്ടാവട്ടെ, അവൻ പറഞ്ഞു. ഞാൻ നോക്കട്ടെ ആരാണെന്ന്. അങ്ങനെ പറഞ്ഞ് അവൾ ഫോൺ സ്ക്രീനിലേക്കും പിന്നെ ചോദ്യം ചെയ്യും മട്ടിൽ അവനു നേരെയും നോക്കി. ദൈവമേ, അത് ടീച്ചറാണ്, വേറെ ആരുമല്ല. എന്തിൻ്റെ ടീച്ചർ? അവൾ ഈർഷ്യയോടെ ചോദിച്ചു. ഞാൻ പറഞ്ഞിട്ടില്ലേ. പക്ഷേ റോഷ്നി ടീച്ചർ എന്നാണല്ലോ നേരത്തെ സേവ് ചെയ്തിരുന്നത്. അതെ. പെട്ടെന്ന് എങ്ങനെയാ റോഷ്നി മാത്രമായി മാറിയത്? പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ടീച്ചർ ആവശ്യപ്പെട്ടു. പേര് വിളിച്ചാൽ മതിയെന്നോ? അതെ. എന്തുണ്ടായി പെട്ടെന്ന് അങ്ങനെ പറയാൻ? ആ, അടുത്തെങ്ങനെ റോഷ്നിയെ കണ്ടിരുന്നോ? ഇല്ലെന്നേ. നീ ഫോണിങ് തന്നേക്ക് പ്ലീസ്. നോ നോ, ഇന്നത്തെ ദിവസം നമ്മൾ മാത്രം. എന്തോ ഓർത്തതുപോലെ പ്രീതി പെട്ടെന്ന് സംസാരം നിർത്തി. എന്താ നിർത്തിയത്? അവൻ ചോദിച്ചു. ഇത് നമ്മുടെ മാത്രം ദിവസമാണെന്ന് നിന്റെ പെരുമാറ്റം കണ്ടിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്തൊക്കെയാ നീ പറയുന്നത്? രോഹിത് ചെറിയ നീരസത്തോടെ ചോദിച്ചു. ഫോൺ വീണ്ടും റിങ് ചെയ്തു. പ്രീതി തൻ്റെ കയ്യിലിരുന്ന ഫോണിൻ്റെ സ്ക്രീനിലേക്ക് നോക്കി. നിന്റെ റോഷ്നിയാ എന്ന് പറഞ്ഞ ശേഷം അവൾ ഫോൺ അവന് നേരെ നീട്ടി. ഇന്നാ, വേണാലെടുത്തോ, അവൾ പറഞ്ഞു. രോഹിത് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. നിരാശ കൊണ്ടുള്ള ഈർഷ്യ അടക്കി പിടിക്കാനുള്ള ശ്രമം ആ കണ്ണുകളിൽ വ്യക്തമായിരുന്നു. വേണ്ട, എടുക്കുന്നില്ല. എപ്പോഴെങ്കിലും മടക്കി വിളിക്കാം, അവൻ അലസമായി പറഞ്ഞു. എപ്പോഴെങ്കിലുമോ? പ്രീതി ചോദിച്ചു. അതോ ഞാനില്ലാത്തപ്പോഴോ? നിനക്കെന്താ പറ്റിയത്? ഒരുമാതിരി കുശുമ്പി പെണ്ണുങ്ങളെ പോലെ. സത്യത്തിൽ എന്താ നിൻ്റെ മനസ്സിൽ? അവൻ ചോദിച്ചു. അവൾ മറുപടി പറയാതെ മൊബൈൽ ഫോൺ അവൻ്റെ പോക്കറ്റിൽ തിരികെ വെച്ച ശേഷം ഒന്നും സംഭവിക്കാത്ത മട്ടിൽ മുമ്പോട്ട് നടന്നു. കടുത്ത ഉച്ചഭക്ഷണം ആയതുകൊണ്ടാവാം രോഹിത്തിന് പതിവില്ലാതെ ഉറക്കം വന്നു. രോഹിത്തിന് ഉച്ചയ്ക്ക് ഉറങ്ങുന്ന ശീലമുണ്ടോ? അത് കണ്ടുപിടിച്ചതുപോലെ പ്രീതി ചോദിച്ചു. ഏയ്, രാത്രിയിൽ ഉറക്കം പോലെ ഒരുപാട് വൈകും, അവൻ പറഞ്ഞു. പക്ഷേ കണ്ണുകൾ ചുവന്നിരിക്കുന്നു, ഉറക്കമുണർന്നതുപോലെ, അവൾ പറഞ്ഞു. നമുക്ക് റൂമിലേക്ക് വിട്ടാലോ? രോഹിത് ചോദിച്ചു. ഞാൻ എപ്പോഴേ റെഡി, ചോദ്യം കാത്തിരുന്ന പോലെ പ്രീതി പറഞ്ഞു. പക്ഷേ ഒത്തിരി ദൂരം നടക്കണ്ടേ? അവൾ ചോദിച്ചു. ഇതിലെ ഒരു ഷോർട്ട് കട്ടുണ്ട്. റിസോർട്ടിലെ ബിയർ പമ്പിന് വലതുവശത്തുള്ള ഇടുങ്ങിയ വഴിയിലൂടെ അവർ മുന്നോട്ട് നടന്നു. ലഞ്ചിനൊപ്പം എന്നും ഹോട്ട് ഡ്രിങ്ക് കഴിക്കാറുണ്ടോ? ഏയ്, ഇന്ന് ഈസ്റ്റർ സ്പെഷ്യൽ. പക്ഷേ നീ ബിയർ കഴിച്ചത് കണ്ടപ്പോൾ പതിവാണെന്ന് തോന്നി, രോഹിത് തമാശ പറഞ്ഞു. ഓ പിന്നെ, ഡെയിലി ബിയർ കഴിച്ചിട്ടല്ലേ ഞാൻ ഡ്യൂട്ടിക്ക് കയറുന്നത്. പക്ഷേ ആദ്യമായൊന്നുമല്ല, കണ്ടാലറിയാം, രോഹിത് പറഞ്ഞു. ബിയർ അങ്ങനെ കഴിക്കാറില്ല. റെഡ് വൈനാണ് എൻ്റെ ഫേവറേറ്റ്. എന്നാൽ അത് ഓർഡർ ചെയ്യാമായിരുന്നില്ലേ? പക്ഷെ കുഴപ്പമുണ്ട്, വൈൻ കഴിച്ചാലുടൻ എനിക്ക് ഉറക്കം വരും, അവൾ പറഞ്ഞു. അപ്പോൾ പതിവ് രാത്രിയിലാവും, അവൻ കളി പറഞ്ഞു. ഒന്ന് പോയേ. പക്ഷേ ബിയർ കഴിച്ചപ്പോൾ നീ ഒന്നുകൂടി സ്മാർട്ടായി. റിസോർട്ടിലെ കിടപ്പുമുറിയിലെത്തിയ നിമിഷം തന്നെ അവർ രണ്ടുപേരും കിടക്കയിലേക്ക് വീണെങ്കിലും ആദ്യം ഉറക്കം പിടിച്ചത് രോഹിത്താണ്. വൈകുന്നേരം പ്രീതി തട്ടി വിളിച്ചപ്പോഴാണ് രോഹിത് ഉണർന്നത്. നീ കുളിച്ച് ഫ്രഷ് ആയിട്ടുണ്ടല്ലോ, ഞാനും ഒന്ന് ഫ്രഷ് ആവട്ടെ. അവൻ തിടുക്കത്തിൽ വാഷ്റൂമിലേക്ക് പോയി. അവൾ ഒരു ദീർഘനിശ്വാസത്തോടെ റൂമിലെ TV ഓണാക്കി. ഇനി എന്താ പരിപാടി? വാഷ്റൂമിൽ നിന്ന് എത്തിയ ഉടനെ അവർ ചോദിച്ചു. ഞാൻ എന്തിനു റെഡി, അവൻ്റെ ചുമലിലൂടെ കൈചുറ്റി ചിരിച്ചുകൊണ്ട് പ്രീതി പറഞ്ഞു. ഇത് ചില സിനിമാ നടികൾ പറയുമ്പോഴുണ്ടല്ലോ. അളവിൽ പെട്ടെന്ന് പ്രകടമായ റൊമാൻറ്റിക് ഭാവം ശ്രദ്ധിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. പറയുക മാത്രമല്ല പ്രവർത്തിക്കുകയും ചെയ്യുമെന്ന മട്ടിൽ അവൾ അവനെ ചുംബിച്ചു. അവൾ മുൻകൈയെടുക്കുന്നത് തടയാൻ വേണ്ടി എന്ന പോലെയാണ് അവൻ പ്രതികരിച്ചത്, ശക്തമായ ഒരു ചുംബനത്തിലൂടെ. അതൊരു ദീർഘചുംബനമായി വികസിക്കാൻ തുടങ്ങിയപ്പോൾ ആരോ തടസ്സപ്പെടുത്തിയതുപോലെ അവൻ പെട്ടെന്ന് പിന്മാറി. എന്താ, എന്തു പറ്റി? അവൾ ചോദിച്ചു. നമുക്കൊന്നുകൂടി പുറത്തേക്ക് ഇറങ്ങിയാലോ? വിഷയം മാറ്റാനെന്ന പോലെ രോഹിത് ചോദിച്ചു. ഓക്കെ, പകുതി സമ്മതത്തോടെ അവൾ പറഞ്ഞു. എനി അതർ സജഷൻ? വേഷം മാറാൻ തുടങ്ങുന്നതിനിടെ അവൻ വെറുതെ ചോദിച്ചു. വൈകുന്നേരങ്ങളിൽ ചെറിയ തിരക്കുണ്ടാകും, ഇന്ന് പ്രത്യേകിച്ചും, രോഹിത് പറഞ്ഞു. അത് സാരമില്ല, യാന്ത്രികമായി അവൾ പറഞ്ഞു. എന്താ, എന്തു പറ്റി? കുറച്ചു മുമ്പ് കണ്ട ഉത്സാഹമൊക്കെ എവിടെ പോയി? അവൻ ചോദിച്ചു. സത്യത്തിൽ രോഹിത്തിനാണ് ഉത്സാഹം കുറഞ്ഞത്. എനിക്കോ? കുറച്ച് ദിവസം മുമ്പുള്ള ഉത്സാഹത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അതെവിടെ പോയി? ഒക്കെ നിന്റെ തോന്നലാ. എന്നാൽ നമുക്കിറങ്ങിയാലോ? ആ സംഭാഷണം തുടരാൻ ആഗ്രഹിക്കാത്ത മട്ടിൽ അവൾ ചോദിച്ചു. എല്ലാ ഇനം പൂക്കളും നിറഞ്ഞ മികച്ച ഉദ്യാനമായിരുന്നു അത്. മികച്ച പാർക്കുകളിൽ മാത്രം കാണാനാവുന്ന അപൂർവ ഇനം ചെടികൾ, മാർബിൾ പതിച്ചതെന്ന് തോന്നിച്ച കുറേയധികം ബെഞ്ചുകൾ, എല്ലാം കൂടിച്ചേർന്ന കാഴ്ച ഏറെ ഭംഗിയുള്ളത് തന്നെയായിരുന്നു. സൂപ്പർ, ഉത്സാഹം തിരിച്ചു കിട്ടിയതുപോലെ പ്രീതി പറഞ്ഞു. വിചാരിച്ചത്ര തിരക്കും കാണാനില്ല. സന്ധ്യ ആകുമ്പോഴേക്ക് തിരക്ക് കൂടും, അതാ പതിവ്. നമുക്കിവിടെ ഇരുന്നാലോ? അവൻ ചോദിച്ചു. അതോ ഉദ്യാനമൊക്കെ ഒന്ന് ചുറ്റാമോ? അതാ നല്ലത്. എല്ലാം ഒന്ന് ചുറ്റി നടന്ന് കണ്ട ശേഷം വന്നിരിക്കാം, അവൾ പറഞ്ഞു. ഓക്കെ. പകൽ വെളിച്ചം അവസാനിക്കുന്നതിന് തൊട്ടു മുമ്പുള്ള ആ ചുറ്റിനടത്തം രണ്ടാൾക്കും ഹൃദ്യമായി തോന്നി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഒഴിഞ്ഞു കിടന്നിരുന്ന ഇരിപ്പിടങ്ങളിൽ ആളുകൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. നടക്കാൻ തോന്നിയത് നന്നായി. അതാ നമുക്കിരിക്കാൻ പറ്റിയ ഒരിടം, കുട്ടികളെപ്പോലെ അവൾ പറഞ്ഞു. ഭംഗിയായി വെട്ടി നിർത്തിയ വയലറ്റ് പൂക്കൾ നിറഞ്ഞ ബോഗൺ വില്ലകൾക്ക് ചുവട്ടിലെ ബെഞ്ചിൽ അവർ ഇരുന്നു. പെട്ടെന്ന് ഓർമ്മ വന്നതുപോലെ അവൾ രോഹിത്തിൻ്റെ കയ്യിൽ നിന്ന് മൊബൈൽ ഫോൺ വാങ്ങി അവനൊപ്പം നിന്ന് സെൽഫി എടുക്കാൻ തുടങ്ങി. ചില ആംഗിളിൽ നിന്നുള്ള സെൽഫികൾ.
ഞാനിതൊക്കെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യട്ടെ? അവൾ ചോദിച്ചു. തൽക്കാലം വേണ്ട, ചിലപ്പോൾ എനിക്ക് പണി കിട്ടും. റാഗിങ് കേസ്? പ്രീതി ചോദിച്ചു. അത് തന്നെയാണ് പ്രശ്നം. രോഹിത് എനിക്കൊപ്പം നിൽക്കുന്ന പടം കണ്ടാൽ രോഷിനി പ്രശ്നമുണ്ടാക്കുമോ? എന്തിന്? രോഹിത് അത്ഭുതത്തോട് ചോദിച്ചു. പിന്നെ എന്തുകൊണ്ടോ പെട്ടെന്ന് അവൻ വിഷയം മാറ്റി. ഇവിടെ ഇരുന്നാൽ ഈ ഏരിയ മൊത്തം കാണാമല്ലോ. നീ കണ്ടെത്തിയ സ്ഥലം കൊള്ളാം. ശരിയാ, പക്ഷേ സെലക്ട് ചെയ്യുമ്പോൾ ഞാനത് പരിഗണിച്ചില്ല. പൂന്തോട്ടത്തിലെ അലങ്കാര വിളക്കുകൾ തെളിഞ്ഞപ്പോൾ അപൂർവ സസ്യങ്ങൾക്കൊപ്പം നിന്ന് സെൽഫി എടുക്കാൻ പ്രീതി വീണ്ടും രോഹിത്തിനെ ക്ഷണിച്ചു. അതിനിടെ കുറച്ചകലെ വിചിത്രമായ എന്തോ കണ്ടതുപോലെ അവൾ ചിരിച്ചുകൊണ്ട് രോഹിത്തിന് നേരെ നോക്കി. എന്തുണ്ടായി? അവൻ ചോദിച്ചു. അങ്ങോട്ട് നോക്ക്, അവൾ ശബ്ദം താഴ്ത്തി പറഞ്ഞു. ഏതോ തമാശ പറഞ്ഞ് പൊട്ടിച്ചിരിച്ചു കൊണ്ട് നടന്നു വരുന്ന 2 യുവാക്കളെയാണ് രോഹിത് കണ്ടത്. അവരെയാണോ നീ ഉദ്ദേശിച്ചത്? അതെ. അവരെ അറിയുമോ? ഇല്ല. എന്തേ? ഗേ ഗ്രൂപ്പിൽപ്പെട്ട 2 പേരാ, വികൃതമായി ചിരിച്ചുകൊണ്ട് പ്രീതി പറഞ്ഞു. അതിലെന്താണിത്ര അത്ഭുതം? യുവാക്കൾ അവരെ കടന്നു പോകുന്നതിനിടെ പ്രീതിയെ ശ്രദ്ധിക്കുന്നതും അവരുടെ ചിരി പെട്ടെന്ന് മായുന്നതും രോഹിത് വ്യക്തമായി കണ്ടു. അവർക്ക് നിന്നെ അറിയാമോ? അവൻ ചോദിച്ചു. അറിയാം. അതിലൊരാൾ ഡോക്ടർ എബിയുടെ അടുത്ത ബന്ധുവാ, അവൾ പറഞ്ഞു. അതല്ല രസം, അവനൊപ്പമുള്ള കൂട്ടുകാരൻ ഒരിക്കൽ ബോധം കെട്ടു വീണു. അതിൽ എന്താണിത്ര ചിരിക്കാൻ? രോഹിത് ചോദിച്ചു. കേൾക്ക്, അത് സംഭവിച്ചത് അവർ സെക്സിൽ ഏർപ്പെടുമ്പോഴായിരുന്നു. എന്നിട്ട് ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ടി വന്നത്രേ. അതോടെ അവർക്കിടയിലെ രഹസ്യം കോളേജിൽ പാട്ടായി. അവിടെ നിൽക്കാൻ പറ്റാതെ വന്നപ്പോൾ 2 ആളും ഇങ്ങോട്ട് പോന്നു. പക്ഷേ താനിതൊക്കെ എങ്ങനെ അറിഞ്ഞു? ഡോക്ടർ എബി എന്നോടെല്ലാം പറയും. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എബി. അന്നൊരിക്കൽ കാൻറ്റീനിൽ വെച്ച് നീ പരിചയപ്പെടുത്തിയ ആളല്ലേ? രോഹിത് ചോദിച്ചു. അതെ, അത് തന്നെ. ആ പ്രശ്നം കാരണം എബിയും നാട്ടിലേക്ക് അധികം പോകാറില്ല. പക്ഷേ സ്വവർഗരതി ഇന്ന് വളരെ സാധാരണ കാര്യമല്ലേ? രോഹിത് ചോദിച്ചു. ആണ്, പക്ഷേ അവരുടെ വീട് തനി നാട്ടിൻപുറത്താ. മാറ്റങ്ങളൊക്കെ അവിടെ എത്താൻ കാലം കുറേ എടുക്കും, അവൾ പറഞ്ഞു. ഏയ്, എനിക്കങ്ങനെ തോന്നുന്നില്ല, രോഹിത് പറഞ്ഞു. വർഷങ്ങളായി നഗരങ്ങളിൽ കഴിയുന്നവർക്ക് പോലും ഇത്തരം കാര്യങ്ങൾ പെട്ടെന്ന് അംഗീകരിക്കാനാവില്ല. എന്തിന്? രോഹിത്തിന് തന്നെ കഴിയുന്നുണ്ടോ? പ്രീതി ചോദിച്ചു. എന്താ നീ അങ്ങനെ ചോദിച്ചത്? അവൻ നീരസത്തോടെ ചോദിച്ചു. നിനക്ക് നിന്നെ തന്നെ ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടോ? ആദ്യം അത് പറയ്. പ്രീതിയുടെ വാക്കുകളെ നിഗൂഢാർത്ഥം രോഹിത് തിരിച്ചറിഞ്ഞു. തനിക്ക് നേരെയുള്ള ആ കടന്നാക്രമണം അവൻ തീരെ പ്രതീക്ഷിച്ചതല്ല. മനസ്സിൽ കൂട്ടിവെച്ചതൊക്കെ അവൾ ബോധപൂർവം പുറത്തെടുക്കാൻ തുടങ്ങുകയാണെന്ന ചിന്ത അവൻ്റെ മനസ്സിടിച്ചു. വാക്കുകൾ കൊണ്ട് പ്രതിരോധിക്കാൻ പറ്റാത്ത ഒരുപാട് ചോദ്യങ്ങൾ റാഗിംഗ് പ്രതിയായ ശേഷം അവൻ നേരിട്ടിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഇത്ര ബോധപൂർവം തട്ടി താഴെയിടും വിധം ക്രൂരമായിരുന്നില്ല. ആ തിരിച്ചറിവിൽ അവൻ്റെ തല താണുപോയി. നിന്നെ വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, പക്ഷേ വസ്തുതകൾക്ക് നേരെ കണ്ണടിച്ചിട്ട് കാര്യമുണ്ടോ? പ്രീതി തുടർന്നു. അന്നത്തെ റാഗിംഗ് ഇരയ്ക്ക് ഒപ്പമുള്ള നിന്റെ നിമിഷങ്ങൾ, അതിലേക്ക് മറ്റു ചിലർ ഇടിച്ചു കയറിയില്ലായിരുന്നെങ്കിൽ അവനും നിനക്കുമിടയിൽ ഒരു ഗേബന്ധം രൂപപ്പെടില്ലായിരുന്നോ? പ്രീതി ബോധപൂർവം തൻ്റെ സ്വകാര്യതയിലേക്ക് ഇടിച്ചു കയറുന്ന കാര്യം രോഹിതിനെ രോഷം കൊള്ളിച്ചു. എങ്കിലും അവൻ സ്വയം നിയന്ത്രിച്ചു. സത്യത്തിൽ നിനക്ക് എന്നോട് പ്രണയം തന്നെയാണോ? നീ എന്നെ വിവാഹം കഴിക്കുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് എൻ്റെ മനസ്സിൽ. അവന് നേരെ നോക്കി അവൾ പറഞ്ഞു. പക്ഷേ അങ്ങനെ ആശങ്കപ്പെടാനും വേണ്ടി എന്താണ് സംഭവിച്ചത്? അവൻ രോഷം അടക്കി ചോദിച്ചു. നമ്മൾ പരിചയപ്പെട്ടത് മുതൽ ഞാനാണ് എപ്പോഴും മുൻകൈയെടുത്തത്. നിൻ്റെ താല്പര്യക്കുറവ്, നിൻ്റെ നിസ്സംഗത ഒക്കെ കൊണ്ട് എനിക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നു. പക്ഷേ ഞാൻ പെട്ടുപോയ കേസിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കാതെയാണ് നീ സംസാരിക്കുന്നത്. ആ കേസ് എന്നെ വല്ലാതെ വേട്ടയാടുന്നുണ്ട്. ഞാൻ വല്ലാതെ സമ്മർദ്ദത്തിലാണ്. സ്വാഭാവിക പെരുമാറ്റങ്ങൾ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കരുത്, അവൻ പറഞ്ഞു. ഇന്നത്തെ കാര്യം തന്നെ എടുക്കൂ. രോഹിത് പറഞ്ഞത് കേൾക്കാത്ത മട്ടിൽ പ്രീതി തുടർന്നു. ഞാൻ പ്രതീക്ഷിച്ചതൊന്നും നിന്നിൽ നിന്ന് കിട്ടിയില്ല, രോഹിത് പറയാൻ തുടങ്ങി. പക്ഷേ അവൾ ഇടയ്ക്ക് കയറി. നിൽക്ക്, ഞാൻ പറഞ്ഞോട്ടെ. നീ ചിലപ്പോൾ ബൈസെക്ഷൽ ആയിരിക്കാം. ആ റാഗിംഗ് ഇരയോട് നിനക്ക് നേരത്തെ ഉണ്ടായിരുന്ന താല്പര്യത്തെക്കുറിച്ച് നീ പറഞ്ഞിരുന്നു. സത്യത്തിൽ അത്ര ശക്തമായ പ്രണയം നിനക്ക് എന്നോടുണ്ടോ? കടക്കാൻ പാടില്ലാത്ത കാര്യങ്ങളിലേക്ക് അവൾ വീണ്ടും കടന്നപ്പോൾ രോഷം അവൻ്റെ ചലനങ്ങളിൽ ദൃശ്യമായി. പ്രീതി അത് കണ്ടില്ലെന്ന് നടിച്ചു. അത് പോട്ടെ, റോഷ്നിയോടുള്ള അടുപ്പമെങ്കിലും നിനക്ക് എന്നോടുണ്ടോ? പക്ഷേ നോക്ക്, ഞാൻ പറയട്ടെ. രോഹിത് സംസാരിക്കാൻ ശ്രമിച്ചു. ഒരു സ്റ്റുഡൻറ്റിനോടുള്ള അടുപ്പമാണ് റോഷ്നിക്ക് നിന്നോടുള്ളതെങ്കിൽ ടീച്ചർ വിളി ഒഴിവാക്കാൻ എന്തിനാണ് റോഷ്നി ആവശ്യപ്പെട്ടത്? എന്തുകൊണ്ടാണ് നീ ഉടനെ അത് ഒഴിവാക്കിയത്? അപ്പോൾ അതാണോ നിൻ്റെ പ്രശ്നം? അവൻ ചോദിച്ചു. നോക്ക് രോഹിത്, നിനക്ക് വ്യക്തമായി അറിയാവുന്ന കാര്യങ്ങൾ നീ നിന്നിൽ നിന്ന് തന്നെ മറച്ചു പിടിക്കാൻ നോക്കുകയാണ്. എന്തിനാണ് ഈ കവറപ്പ്? ഇതൊക്കെ അറിയാമെങ്കിൽ പിന്നെ നീ എന്തിനാണ് എന്നോട് കൂടുതൽ അടുത്തത്? അതെന്തുകൊണ്ടാണെന്ന് നിനക്കറിയില്ലേ? അവൾ കോപത്തോടെ ചോദിച്ചു. ഒരിക്കൽ നീ ഇതൊക്കെ ചോദിക്കുമെന്ന് എനിക്ക് തോന്നിയിരുന്നു. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് കേസിൻ്റെ എല്ലാ വിവരങ്ങളും ഞാൻ അയച്ചു തന്നത്. വേണമെങ്കിൽ നിനക്കെന്നെ ഒഴിവാക്കാമായിരുന്നു ഇത്രയും അടുക്കും മുമ്പ്, രോഹിത് പറഞ്ഞു. പ്രീതി അവൻ പറയുന്നതൊക്കെ അവഗണിക്കും മട്ടിൽ തുടർന്നു. പക്ഷേ നീ തിരിച്ചറിയേണ്ടത് നിൻ്റെ സെക്ഷൽ ഓറിയൻറ്റേഷനാണ്. എതിർലിംഗത്തിൽപ്പെട്ട ഒരാളെ മാത്രം പ്രണയിക്കാൻ നിനക്കാവുമോ? അത്തരമൊരു വിവാഹം നിൻ്റെ സ്വപ്നമാണോ? പ്രീതിയുടെ അരോചകമായ ആ ഇടപെടൽ രോഹിത്തിനെ ക്ഷുഭിതനാക്കി.
ഇതൊക്കെ പറയാനാണോ ഒരു ഫുൾ ഡേ വേണമെന്ന് നീ പറഞ്ഞത്? എന്നെ പറയാൻ അനുവദിക്കേ പ്ലീസ്. അവൾ തുടരാൻ ശ്രമിച്ചു. ഇനി എന്താ നിനക്ക് പറയാനുള്ളത്? രോഹിത് ക്ഷോഭത്തോടെ ചോദിച്ചു. ഇതൊന്നും ഇങ്ങനെയല്ല നീ പറയേണ്ടിയിരുന്നത്, അവൻ പറഞ്ഞു. പിന്നെ എങ്ങനെയാണ് പറയേണ്ടത്? കേസിൻ്റെ കാര്യങ്ങൾ മനസ്സിലായപ്പോൾ തന്നെ ഗുഡ് ബൈ പറഞ്ഞ് നിനക്ക് കടന്നു പോകാമായിരുന്നില്ലേ? ശരിയാണ്, എനിക്കത് കഴിഞ്ഞില്ല. ബിക്കോസ് ഐ ലവ് യു. അതെന്താണ് നിനക്ക് മനസ്സിലാവാത്തത്? പൊട്ടിത്തെറിക്കും മട്ടിൽ അവൾ ചോദിച്ചു. നിന്റെ ഇഷ്ടങ്ങൾക്കൊത്ത് ഞാൻ എന്നെ പാകപ്പെടുത്തണമെന്നാണോ? അതെനിക്ക് കഴിയില്ല. സോറി. അങ്ങനെ പറഞ്ഞ് രോഹിത് എണീറ്റ് നടന്നു. മുഖത്തടിയേറ്റ മട്ടിൽ പ്രീതി അവിടെ തന്നെയിരുന്നു. സമീപത്തുണ്ടായിരുന്ന ചിലർ തന്നെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന കാര്യം അവളിൽ സങ്കോചമുണർത്തി. രോഹിത് മുന്നോട്ട് നടന്നു. തൻ്റെ മുന്നിലൂടെ കടന്നുപോയ യുവാക്കളെ അവൻ ശ്രദ്ധിച്ചു. കുറച്ചു മുമ്പ് പ്രീതി പരിഹസിച്ച യുവാക്കൾ. പരസ്പരം തോളിൽ കൈചുറ്റി ഏതോ തമാശ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോയി. ഒരിക്കലും അവസാനിക്കില്ലെന്ന് കരുതുന്ന പ്രണയം പെട്ടെന്ന് അവസാനിക്കുമ്പോൾ മാത്രം കടന്നു വരാറുള്ള ശൂന്യത ഒരിക്കൽ കൂടി അവൻ തിരിച്ചറിഞ്ഞു. അവനെ പിന്നിലാക്കി ആരൊക്കെയോ കടന്നുപോയി. കഥ തുടരും.